വീണ്ടും PKC വ്ളോഗ്സിലേക്ക് സ്വാഗതം. നേരത്തെ ഞാൻ ഉറാക്ക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് ഇടുന്ന വീഡിയോയാണിത്. ഇതും ഗോവയിൽ തന്നെയാണ്, സൗത്ത് ഗോവയിൽ. അവിടെ ഒരു ഫാം സന്ദർശിക്കാൻ പോയപ്പം കശുവണ്ടി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടാണ്. അതായത് ഈ ശരിക്കും ഫാം വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ കശുമാങ്ങ തോട്ടത്തിനകത്ത് ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, നിങ്ങളിത് കാണൂ എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. അതൊരു ടൂർ പാക്കേജ് പോലെ അവിടെ നല്ല ഉറാക്ക് കഴിക്കാം എന്നുള്ളതാണ് ഫ്രീ ആയിട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഉറാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാറായം തന്നെ, അതിൻ്റെ കുറച്ചുകൂടി ഒരു എന്നാ പറയണ്ടേ, കുറച്ചുകൂടി ഒരു ലൈറ്റർ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. ഉറാക്കിൽ നിന്നാണ് ഫെനിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ കശുവണ്ടി കത്തിച്ച് മറ്റേ റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പരിപ്പൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു സംഭവം. പണ്ടൊക്കെ ചെറുപ്പത്തിലേക്ക് ഒത്തിരി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് അച്ചുമാവൊക്കെ വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ കിട്ടാനൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ കത്തിച്ച് റോസ്റ്റ് ചെയ്തെടുത്ത് തല്ലിപ്പൊളിച്ച് അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ശരിക്കും ഈ വില്ലേജ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ആരോട് പറയാനാ, നമ്മുടെ ഭരണാധികാരികൾക്ക് അതിനൊന്നുള്ള നേരവും ഇല്ല, സമയവും ഇല്ല. പക്ഷേ ഇതൊക്കെ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ഓരോ നാട്ടിലും ഓരോ വില്ലേജിലും തനതായ ഒരുപാട് വിളകളും ഒരുപാട് ഫാമുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും അവിടുത്തെ ആളുകൾക്കും എല്ലാം കിട്ടുന്ന ഒരു സംഭവമാണ്. കാര്യം ഈ പുറത്തു നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുതിയൊരു അനുഭവമാണ്. ഈവൻ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർക്ക് പോലും ഇപ്പം എത്ര പേര് കശുവണ്ടി എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാഷ്യൂ മറ്റേ റോസ്റ്റഡ് കാഷ്യൂ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് എത്ര പേർക്കറിയാം. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആളുകൾ കാണാൻ വരികയാണെന്ന് വിചാരിക്കുക. എത്ര ലക്ഷം പേർക്ക് അതേ കൗതുകം തോന്നാം. ഒരു നാടിൻ്റെ തന്നെ പുരോഗതിക്ക് ഏറ്റവും പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ടൂറിസം. അത് കേരളം പോലെ ഇത്രയും മനോഹരവും ഇത്രയും വൈവിധ്യവുമാർന്നൊരു സ്ഥലത്ത്. അപ്പോൾ എന്താണേലും ഞാൻ വളരെ സീരിയസ്ലി എൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഫുഡി പോൾ എന്നും പറഞ്ഞൊരു ചാനൽ കൂടിയുണ്ട്. അതിൽ ഫുഡ് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.